സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ കുറെ സ്വത്തിങ് വന്നു, ധനമിങ് വന്നു, ഭരണാധികാരിയാണ്. അപ്പോൾ അതാ ആളുകൾക്ക് വിതരണം ചെയ്യുകയാണ്. അങ്ങനെ വിതരണം ചെയ്യുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ സ്വന്തം മകനുണ്ട്. ആത്മാർത്ഥതയുള്ളവർക്കുണ്ടോ കാര്യലാഭത്തിന്റെ ചിന്ത? ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. സെയ്ദ് റളിയല്ലാഹുവിന്റെ മകൻ ഉസാമ റളിയല്ലാഹു അൻഹുവുമുണ്ട്. സുബ്ഹാനല്ലാഹ്, 3000 വീതമാണ് കൊടുക്കുന്നത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മോനാ. മഹാന്മാർക്ക് കാര്യലാഭം അവർ ചിന്തിക്കൂല, സ്വന്തം കാര്യം ആലോചിക്കൂല. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മകന് 3000 കൊടുത്തു. സെയ്ദ് റളിയല്ലാഹുവിന്റെ മകൻ ഉസാമ റളിയല്ലാഹുവിന് 3500 കൊടുത്തു. അപ്പൊ സ്വന്തം മോന് 3000, മറ്റൊരാളെ മോന് 3500. അപ്പോൾ സ്വന്തം മകൻ ചോദ്യം ചെയ്തു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ചോദിച്ചു, ബാപ്പാ എന്തേ നിങ്ങൾ ഉസാമക്ക് 3500 കൊടുത്തത്? ഫവല്ലാഹി മാ സബഖനി ഇലാ മശ്ഹദിൻ, ഞാൻ പങ്കെടുക്കാത്ത ഒരു യുദ്ധത്തിലും അയാൾ പങ്കെടുത്തിട്ടില്ല. എന്റെ മേലെ അയാൾ ഒരു വിഷയത്തിലും പോയിട്ടില്ല. ഞാനും അയാളും തമ്മിൽ സമ്മാനം കൊടുക്കുകയാണെങ്കിൽ, ആനുകൂല്യം തരികയാണെങ്കിൽ എന്റെ മേലെ ടോപ്പായിട്ട് അയാൾക്കൊന്നും കിട്ടാൻ അവകാശമില്ല. പിന്നെന്തേ നിങ്ങൾ അദ്ദേഹത്തിന് 3500, സ്വന്തം മകനായ എനിക്ക് 3000 എന്തേ? സുബ്ഹാനല്ലാഹ്. അതങ്ങ് ചോദിച്ചപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ മറുപടി, നമ്മുടെ എല്ലാ വിഷയങ്ങളും ഹബീബായ നബി തങ്ങളെ സ്നേഹിച്ചുകൊണ്ടല്ലേ. അതല്ലേ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ തരീഖത്ത്. അവിടുന്ന് പറയുന്നില്ലേ, അന്ന സൈദൻ, അതെ ആ ഉസാമന്റെ ബാപ്പ സൈദ്, കാന അഹബ്ബ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ അബീക്. മോനെ അബ്ദുല്ലാഹ്, നിന്റെ ബാപ്പ ഉമറിനേക്കാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ സ്നേഹം സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോടായിരുന്നു. അത് റസൂലുള്ളാഹിന്റെ പോറ്റുമോന ആണ് കേട്ടോ. ആ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ പേരല്ലാതെ വേറെ ഒരൊറ്റ സഹാബിന്റെ പേരും ഖുർആനിലില്ല. ആ സെയ്ദ് റളിയല്ലാഹു അൻഹു, ആ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് എന്നേക്കാൾ സ്നേഹമായിരുന്നു അല്ലാഹുവിന്റെ റസൂലിന്. അതുകൊണ്ട് തന്നെ ഫആസർതു ഹുബ്ബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ ഹുബ്ബി. നിന്നോട് സ്നേഹം എനിക്കല്ലേ, ഉസാമയോട്, ഉസാമന്റെ ബാപ്പ യഥാ ഉസാമന്റെ ബാപ്പയോട് എന്നേക്കാൾ സ്നേഹം റസൂലുള്ളാഹിക്കില്ലേ. അതുകൊണ്ട് എന്നേക്കാൾ, എന്റെ മകനേക്കാൾ ഞാൻ സ്ഥാനം കൊടുക്കുന്നത് റസൂലുള്ളാഹിന്റെ സ്നേഹത്തിനാണ്. അതുകൊണ്ട് സെയ്ദിന്റെ മോൻ ഉസാമക്ക് ഞാൻ 3500 കൊടുത്തു. സഹാബത്തിന്റെ സ്നേഹം കണ്ടോ? കാര്യലാഭത്തിന്റെ സ്നേഹമല്ല, കാര്യലാഭമല്ല, നബിതങ്ങളോട് അതിരറ്റ സ്നേഹമാണ്. ആ സ്നേഹമാണ് മുഅ്മിനീങ്ങളെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ പറഞ്ഞേറ്റില്ലേ, മക്കയുടെ ഭാഗത്തേക്ക് ഒരു വിഭാഗം സഹാബികളെ, ആ കൂട്ടത്തിൽ ഒരു വ്യക്തിയാണ് സെയ്ദ് ഇബ്നു ദസിന റളിയല്ലാഹു അൻഹു. എല്ലാവരും എഴുന്നേറ്റ് നിന്നോളൂ, ഞാനൊരു ബറക്കത്തിന് വേണ്ടി സംഭവം പറഞ്ഞുകൊണ്ട് നിർത്തണമല്ലോ. മഹാനായ സെയ്ദ് ഇബ്നു ദസിന റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ അറസ്റ്റ് ചെയ്തു. നീണ്ട സംഭവമാണ്. സൈനബ് ഇബ്നു ദസിന റളിയല്ലാഹു അൻഹുവിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം കൊല്ലാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. ഹറമിൽ നിന്ന് കൊല്ലാൻ കൊണ്ടുപോവുകയാണ് മക്കയിലുള്ള മുശ്രിക്കീങ്ങള്. അന്ന് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു നമ്മുടെ എതിർപക്ഷത്താണ്. ആ അബൂ സുഫിയാൻ ഇബ്നു ഹർബ് ഉഹദ് യുദ്ധത്തിലൊക്കെ നേതൃത്വം കൊടുത്തത് എതിർപക്ഷത്ത് അബൂ സുഫിയാനാണ്. ആ അബൂ സുഫിയാൻ
ചോദിക്കുന്നു. അള്ളാനെ മുൻനിർത്തി സത്യം ചെയ്ത് ദൈവത്തെ മുൻനിർത്തി ചോദിക്കട്ടെ, ഓ സയ്യിദേ, അതുഹിബ്ബു അന്ന മുഹമ്മദനിൽ ആന ഇൻദനാ മകാനത തുദ്റബു നുഖുഹു വഇന്നക ഫീ അഹ്ലിക. ഓ സയ്യിദേ, നിന്റെ തലവെട്ടാൻ പോകുന്നു. ഇപ്പൊ ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കുന്നു. നീ ഉള്ള ഈ സ്ഥലത്ത് മുഹമ്മദാണ് നിൽക്കുന്നതെങ്കിൽ, നീ നിന്റെ വീട്ടിൽ സന്തോഷത്തോടെ കഴിയുകയാണെങ്കിൽ നിനക്കതിൽ താല്പര്യമുണ്ടോ? ഈ സ്ഥലത്ത് നിന്റെ നേതാവിനെ നിർത്തിയിട്ട് നീ നിന്റെ വീട്ടിൽ സന്തോഷത്തോടെ കഴിയുന്നുവെങ്കിൽ നിനക്കതിൽ താല്പര്യമുണ്ടോ? ഈ ചോദ്യം അങ്ങ് ചോദിച്ചപ്പോ സൈനുദ്ദസിന തങ്ങളെ ഹുബ്ബ്, നബി തങ്ങളോടുള്ള സ്നേഹം അണപൊട്ടി ഒഴുകിയിട്ടുള്ള വാക്ക് കേട്ടോ. വല്ലാഹി, അല്ലാഹനെ തന്നെ സത്യം, മാ ഉഹിബ്ബു അന്ന മുഹമ്മദനിൽ ആന ഫീ മകാനിഹി അല്ലദീ ഹുവ ഫീഹി തുസീബുഹു ശൗകത്തുൻ വഇന്നീ ജാലിസുൻ ഫീ അഹ്ലീ. ഇപ്പൊ ഞാനിവിടെ തലവെട്ടുന്ന സ്ഥലത്തായതല്ലേ നിങ്ങൾ പറയുന്നത്? എന്നാൽ അല്ലാഹുവിന്റെ റസൂല് നിൽക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് ഒരു ചെറിയ മുള്ള് അവിടുത്തെ കാലിൽ തറിക്കുന്നു. ഞാൻ എന്റെ വീട്ടിൽ സുഖമായി ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്കത് സഹിക്കൂല. അവിടുത്തെ കാലിൽ മുള്ളു തെറിച്ചുകൂടാ, അവിടുത്തേക്കൊന്നും സംഭവിച്ചുകൂടാ. അതാണ് എന്റെ സ്നേഹം. അപ്പോഴാ അബൂ സുഫിയാൻ പറഞ്ഞത്, മാ റഅയ്തു ബിനന്നാസി അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദാ. മുഹമ്മദിനെ മുഹമ്മദിന്റെ അനുയായികൾ സ്നേഹിക്കും പോലെ ലോകത്ത് ഒരു വ്യക്തികളും ഒരു നേതാവിനെയും ഒരു വ്യക്തിയെയും സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ സ്നേഹിക്കുന്ന അനുയായികളുള്ള കാലത്തോളം അവിടുത്തെയോ അവിടുത്തെ പ്രസ്ഥാനത്തെയോ ആരെന്ത് കുതന്ത്രം കൊണ്ടുവന്നാലും ഏത് സ്വാധീനം ചെലവഴിച്ചാലും ആര് എന്ത് കാര്യങ്ങൾ കൊണ്ടുവന്നാലും തകർക്കാൻ കഴിയൂല കേട്ടോ. അബൂ സുഫിയാന്റെ കുതന്ത്രം വില പോയിട്ടില്ല, അബൂജഹലിന്റെ വാളുകൾ വില പോയിട്ടില്ല, അവരുടെ അംഗബലം വില പോയിട്ടില്ല, അവരുടെ അംഗസംഖ്യ വില പോയിട്ടില്ല, ഒന്നും വില പോയിട്ടില്ല. കാരണം ഹബീബായ നബി തങ്ങളെ അതിരറ്റ് സ്നേഹിക്കുന്ന അനുയായികൾ, ആ സ്നേഹത്തിന്റെ പേരിൽ ഉമ്മമാരെ കേട്ടിട്ടില്ലേ? നബി തങ്ങൾ ഒരു സ്ഥലത്ത് വിശ്രമിച്ചാൽ അതാ ശരീരത്തിൽ നിന്ന് വിയർപ്പുറ്റുന്നു. ഉമ്മു സുലൈം ബീവി വിടൂല, കുപ്പിയും എടുത്തു പോകും. എന്നിട്ട് ആ വിയർപ്പുകൾ കുപ്പിയിലാക്കി ശേഖരിക്കും, കൊണ്ടുപോയിട്ട് ബറക്കത്തിന് മക്കൾക്ക് തൊട്ട് പുരട്ടി കൊടുക്കും. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ നബി തങ്ങൾ ഉറക്കു തെളിഞ്ഞ് ചോദിക്കുന്നു, എന്തേ ഉമ്മു സുലൈമേ പരിപാടി? അപ്പൊ ഉമ്മു സുലൈമിന്റെ മറുപടി, നബിയേ അത്വയ്യബു ത്വയ്യിബ്, ഇതൊരു സാധാരണ വിയർപ്പല്ല, ഇതിനേക്കാൾ മുന്തിയ ഒരു സുഗന്ധമില്ല. വനർജു ബറകതഹു ലിസിബിയാനിനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾ അവിടുത്തെ ഈ വിയർപ്പ് തൊട്ട് പുരട്ടി കൊടുത്തിട്ട് മക്കൾക്ക് ബറക്കത്ത് ഉദ്ദേശിക്കുന്നു. നബിയേ, സ്നേഹം കണ്ടോ, ബറക്കത്ത് എടുക്കുന്നത് കണ്ടോ സഹാബത്ത്? ഇനി ബുഖാരിയിലേക്കൊന്ന് നീങ്ങോ. കാദൂ യഖ്തത്തിലൂന അലാ വദൂഇ റസൂലില്ലാഹി, നബിതങ്ങൾ ഒതുവെടുത്താൽ അവിടുന്ന് ശരീരത്തിൽ നുറ്റി വീഴുന്ന വെള്ളം, അതുപോലെ അവിടുന്ന് ഒതുവെടുത്തതിന്റെ ബാക്കി വെള്ളം സഹാബത്ത് നിലത്തി വീഴാൻ അനുവദിക്കൂല. ഫയതമസ്സഹൂന ബിഹി, അത് കിട്ടാൻ വേണ്ടി അവരത് ഔന്തും തിരക്കും കൂട്ടുന്നു. കിട്ടിയവര് തൊട്ട് പുരട്ടുന്നു ശരീരത്തിൽ. അഥവാ കിട്ടിയില്ലെങ്കിലോ ഫയഖുദു മിൻ ബലലി അഖീഹി, കിട്ടിയവന്റെ കയ്യിൽ നിന്ന് തൊട്ട് പുരട്ടുന്നു. ബുഖാരിയിലെ ഹദീസല്ലേ
മുസ്ലിമേ, സഹാബത്തിന്റെ സ്നേഹം കണ്ടോ? സ്നേഹമെന്ന് പറയുന്നത് വെറും സുന്നത്തെടുക്കൽ മാത്രമാണോ? ഇതും സുന്നത്തിൽപ്പെട്ടതല്ലേ? ഇതും നബി തങ്ങൾ തന്നെ അംഗീകരിച്ചു പഠിപ്പിച്ച സുന്നത്തല്ലേ? ബറക്കത്തെടുക്കൽ സുന്നത്തല്ലേ? മദ്ഹ് പറയൽ സുന്നത്തല്ലേ? മദ്ഹ് പാടൽ സുന്നത്തല്ലേ? നബിതങ്ങളെ കൊണ്ട് സന്തോഷിച്ച് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും സുന്നത്തിന്റെ ഇനത്തിൽപ്പെട്ടതല്ലേ? ഓ സുഹൃത്തുക്കളെ, ബീവി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കൊണ്ടുവരുന്ന ഒരു ജുബ്ബക്കുപ്പായമാണ്. ആ കുപ്പായം കൊണ്ടുവന്ന് പറയുന്നു, ഹാദിഹി ജുബ്ബത്തു റസൂലില്ലാഹി, ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ ജുബ്ബയാണ്. ഈ ജുബ്ബക്കുപ്പായം എന്റെ സഹോദരി അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ കൈവശത്തിലായിരുന്നു. ആ കുപ്പായത്തിന്റെ സ്ഥിതി എന്താണ്? ആ കുപ്പായം ആ കുപ്പായം കഴുകിയ വെള്ളം സഹാബികളായ ഞങ്ങൾ രോഗശമനത്തിന് വേണ്ടി ഉപയോഗിക്കലാണ്. അവര് നബിതങ്ങളെ കുപ്പായം കഴുകിയ വെള്ളം രോഗശമനത്തിന് ഉപയോഗിക്കുന്ന ഹുബ്ബാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അതുകൊണ്ട് പറഞ്ഞാ തീരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുടി അത് ഫീ ജുൽജുലിൻ മിൻ ഫില്ലത്തിൻ, വെള്ളിയുടെ ചിപ്പിയിൽ സൂക്ഷിക്കുകയാണ് സഹാബത്ത്. ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹ എടുത്തുകൊണ്ട് വരികയാണ്, വെള്ളത്തിലിടുകയാണ്, ഒന്ന് കുലുക്കുകയാണ്, എന്നിട്ട് ആ വെള്ളം രോഗശമനത്തിന് കുടിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നബിതങ്ങളുമായി ബന്ധപ്പെട്ട ഓരോന്നും അവര് ബറക്കത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. അപ്പൊ സ്നേഹമെന്ന് പറഞ്ഞാൽ വെറും സുന്നത്ത് നിസ്കരിക്കലാണോ? അല്ല 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 അല്ല. സുന്നത്ത് നിസ്കാരം വേണ്ടെന്നല്ല. സുന്നത്തും സഹാബത്ത് നിസ്കരിച്ചവരാണ്. അവര് തഹജ്ജുദും കൊണ്ടുവന്നവരാണ്. അവർ സുന്നത്ത് കൈയൊഴിക്കാത്തവരാണ്. അതിന്റെ പുറമേ സ്നേഹപ്രകടനത്തിന് ധാരാളം വഴികൾ സഹാബത്ത് കാണിച്ചിട്ടില്ലേ? ആ സഹാബത്തിനെ അവഗണിക്കണ്ട. സഹാബത്തിന്റെ വഴി അങ്ങ് വിട്ടാൽ സുന്നത്ത് ജമാഅത്തിന്റെ വഴി വിട്ടു. അവൻ പിന്നെ പറയും സുന്നത്ത് നോമ്പെടുക്ക, സുന്നത്ത് നിസ്കരിക്ക, ബറക്കത്ത് വേണ്ട, അതുപോലെ തന്നെ പുണ്യം വേണ്ട, മദീനയെ ചിന്തിക്കണ്ട, മദീന ചിന്തിച്ച് കരയണ്ട എന്ന് പറയുന്നത് സഹാബത്തിന്റെ വഴിയിൽ നിന്ന് വിട്ടുപോകുമ്പോഴാണ്. ആ സഹാബത്തിന്റെ പവർ അത് വല്ലാത്ത പവറല്ലേ? ഇരുന്നോളൂ സുഹൃത്തുക്കളെ. അതുകൊണ്ടല്ലേ വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും. അല്ലാഹ് പറയുന്നു തൃപ്തിപ്പെട്ടു, അല്ലാഹ് തൃപ്തിപ്പെട്ടു. ആ സഹാബത്തിനെ പിന്തുടർന്നവരെ അല്ലാഹ് തൃപ്തിപ്പെട്ടു. അല്ലാഹുവേ, ആ തൃപ്തിപ്പെട്ട കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ഇത് ഹബീബാണ് കേട്ടോ, അല്ലാഹ് പ്രിയം വെച്ച നബിയാണ് കേട്ടോ, അല്ലാഹു തആല ബഹുമാനിച്ച നബിയാണ് കേട്ടോ. എത്ര സ്നേഹിച്ചാലും മതിയാകൂല, എത്ര മദ്ഹ് പറഞ്ഞാലും മതിയാകൂല, എത്ര ബഹുമാനിച്ചാലും മതിയാകൂല, എന്ത് തന്നെ പറഞ്ഞാലും മതിയാകൂല. ഒരാൾക്കും അവിടുത്തെ മദ്ഹ് പറഞ്ഞു തീർക്കാൻ സാധ്യവുമല്ല.